ശബരിമലയിൽ നാളെ മകരവിളക്ക് മഹോത്സവം. മകരവിളക്ക് പൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടു. നാളെ വൈകിട്ട് തിരുവാഭരണം സന്നിധാനത്തെത്തും. മകരവിളക്കിനായി പ്രാസാദ ബിംബശുദ്ധിക്രിയകൾ നടന്നു. തിരക്ക് കുറഞ്ഞ 3 ദിവസങ്ങൾക്ക് ശേഷം ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമാണ്. മുൻ ദിവസങ്ങളെക്കാൾ അപേക്ഷിച്ച് വലിയൊരു തിരക്കാണ്. കാരണം വലിയ നടപ്പന്തലും അതുപോലെ തന്നെ 18-ാം പടിക്ക് താഴെയും ഒക്കെ തന്നെ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ്. ഫ്ലൈ ഓവറിലടക്കം തീർത്ഥാടകർ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും സന്നിധാനത്ത് ഇന്നത്തെ ദൃശ്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 70,000-ന് താഴെയായിരുന്നു തിരക്കെങ്കിൽ ഇന്ന് ഇതിനോടകം തന്നെ 30,000-ന് മുകളിൽ തീർത്ഥാടകർ എത്തിയിട്ടുണ്ട്. വലിയൊരു തിരക്കാണ് ശബരിമലയിൽ ഇന്ന് ദർശനമായിട്ടുള്ളത്. എന്തായാലും മകരവിളക്ക് അടുത്തു. നാളെയാണ് മകരവിളക്ക്. നാളെ വൈകുന്നേരത്തോടു കൂടിയാണ് ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. എന്നാലും അതിനായുള്ള ഒരു കാത്തിരിപ്പ്, അതിനായുള്ള തിരക്ക്, അത് തന്നെയാണ് ശബരിമലയെ സംബന്ധിച്ചോളം ഇന്ന് നമുക്ക് ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്ന. ഇന്നലെ തന്നെ നിരവധിയായ തീർത്ഥാടകർ ഇതിനോടകം തന്നെ നിരവധി തീർത്ഥാടകർ ഇവിടെ ശബരിമലയിൽ തമ്പടിച്ച് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിനുകൂടെ ഇന്നെത്തുന്ന തീർത്ഥാടകരും ബഹുഭൂരിപക്ഷവും ഇവിടെ തന്നെ നിലയുറപ്പിക്കും. അപ്പോൾ അടുത്ത ദിവസങ്ങളൊക്കെ തന്നെ വലിയൊരു തിരക്ക് എന്തായാലും ശബരിമല ഉണ്ടാവും. പക്ഷേ ആ ശബരിമലയിലെ തിരക്ക് മുന്നിൽ കണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി എന്നുള്ള ഒരു കാര്യമാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തന്നെ പറയുന്നത്. തീർത്ഥാടകർക്ക് ഭക്ഷണവും കുടിവെള്ളവും നൽകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പതിവിന് അധികമായി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ അന്നദാന മണ്ഡപത്തിലെ അന്നദാനം മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ പാണ്ഡിത്താവളത്ത് 2 കേന്ദ്രങ്ങളിൽ അധികമായി അന്നദാനം നൽകാനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ചുക്കുവെള്ളവും അതുപോലെ തന്നെ ബിസ്ക്കറ്റും ഒക്കെ വിതരണം ചെയ്യാനായിട്ട് 350 അധികമായിട്ടുള്ള ജീവനക്കാരെ കൂടി ദേവസ്വം ബോർഡ് വിന്യസിച്ചിട്ടുണ്ട്. 2800-ലധികം പോലീസിന്റെ സേവനമാണ് ഇവിടെ സന്നിധാനത്തുണ്ടാവുക. ഈ 2800 പോലീസ് ഉദ്യോഗസ്ഥർക്ക് അധികമായി കൂടുതൽ സേനാംഗങ്ങൾ, അതുപോലെ തന്നെ NDRF, അതുപോലെ മറ്റ് സേനാംഗങ്ങളുടെ ഒക്കെ തന്നെ അധികമായിട്ടുള്ള ഒരു സേവനം കൂടി ശബരിമലയിൽ എന്തായാലും ഈ പറയുന്ന മകരവിളക്ക് ദിവസവും ഇന്നും നാളെയും ഒക്കെ തന്നെയായിട്ട് ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ശബരിമലയിലെ ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ADGP MR അജിത് കുമാർ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. IG സ്പർജൻ കുമാർ, ADGP MR അജിത് കുമാർ തുടങ്ങി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ശബരിമലയിൽ ഇന്ന് തന്നെ എത്തിയിട്ടുണ്ട്. ദേവസ്വം പ്രസിഡന്റ് ഉണ്ട്. ഇന്ന് തന്നെ ദേവസ്വം മന്ത്രി അഖിലാണ് സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ